ഇപ്പേ എന്നാ മോനെ? ഇന്നലെ ഫുഡ് പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷെഫ് വഴക്ക് പറഞ്ഞല്ലോ. ഈ അതെ, ഗാർണിഷ് അതിന് മാത്രം ഇമ്പോർട്ടന്റ് ആണോ? ഗാർണിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിനറി ടെക്നിക്കിലെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മീലിനെ ഒരു വളരെ വൗ ഫാക്ടർ എക്സ്പീരിയൻസിലേക്ക് ഗസ്റ്റിൽ കൊടുക്കുവാനായിട്ട് നമ്മളെ ഗാർണിഷിംഗ് സഹായിക്കുന്നത്. കണ്ണുകൊണ്ടാണ് എപ്പോഴും ഒരു ഗസ്റ്റ് ഫസ്റ്റ് ആഹാരം കഴിക്കുക. ഏ നീ തെറ്റിദ്ധരിക്കണ്ട മോനെ. ഫസ്റ്റ് നമ്മൾ ഫുഡ് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മൾ കൊടുക്കുന്ന ആഹാരം ഐ അപ്പീലിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഗസ്റ്റിന് അത് കഴിക്കാനേ തോന്നത്തില്ല. അടുത്തത് കളർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. പലതരത്തിലുള്ള ഫ്രഷ് ഹെർബ്സുകൾ ഉപയോഗിച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇനിയുള്ളത് ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ എൻഹാൻസ്മെന്റ് ആണ്. ഇത് നമുക്ക് സ്വീറ്റ് ആയിട്ടും സേവറി ആയിട്ടും അസിഡിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് ടെക്സ്ചറൽ കോൺട്രാസ്റ്റുകളാണ്. നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു ഫുഡിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത നട്ട്സുകൾ, ടോസ്റ്റഡ് നട്ട്സുകൾ ഇവയൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അത് കിട്ടുന്ന ഉണ്ടാക്കുന്ന ഒരു വൗ ഫാക്ടർ വളരെ വ്യത്യസ്തമായിരിക്കും. ഇനിയുള്ളത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലുക്കും ഡീറ്റെയിലിങ്ങും പ്രൈമറി ഇൻഗ്രീഡിയൻസിലേക്കുള്ള ക്ലൂ അത് നൽകുന്നു. അതുപോലെ തന്നെ കൾച്ചറൽ ഒറിജിനാലിറ്റി ഓഫ് ദ ഡിഷിനെ അത് കാണിക്കുന്നു. പ്രസന്റേഷൻ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബെനിഫിറ്റ്സും നമുക്കുണ്ട്. ഒരു പ്ലേറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് എം ടി ആയിട്ടുള്ള സ്പേസിനെ ഈ ഗാർണിഷ് മൂലം നമുക്കത് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നു. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗാർണിഷുകൾ നമ്മൾ പ്ലേറ്റിംഗിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കിന് ആ ഒരു ഫുഡിനെ നമുക്ക് കൂടുതൽ എലഗന്റ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഫുഡിന് പുതിയ ഡയമെൻഷൻസ് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നു. ഗാർണിഷുകൾ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും അത് സിമ്പിൾ ആക്കുക, എഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുക, ഫുഡിനോട് ഇണങ്ങിച്ചേരുന്ന ഗാർണിഷ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.